നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവഴി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചു ഇരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നാലും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവഴി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചു ഇരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എന്നു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എന്നു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു, ഇന്നുമെന്നും കൂടെയുണ്ട് ഉള്ള വാക്കു തന്നവർ, ഇന്നുമെന്നും കൂടെയുണ്ട് ഉള്ള വാക്കു തന്നവർ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവഴി മലമുകളേറി ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചു ഇരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ജനകനുടെ വളമമന്നു നീയായി ദീനം പ്രതിപക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദീനം പ്രതിപക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവഴി മലമുകളേറി നീ ഞങ്ങൾക്കായി
ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാം നഷ്ടമാകിലോ ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ. എല്ലാവർക്കും കരമുയർത്തി കരം തട്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാം കരമുയരട്ടെ, കരമുയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പിതാവേ നന്ദിയോടെ 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 ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദേവാദി ദേവന് അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുക സ്തോത്രം. രാജാദി രാജാവ് അങ്ങേ പ്രദേശത്ത് ലാവിക്കൊണ്ടിരിക്കുക സ്തോത്രം. കർത്താദി കർത്താവ് അങ്ങിവിടെ നടകൊള്ളിയ സ്തോത്രം. ഭാരത്തോട്, വേദനയോട്, ഞരക്കത്തോട്, നിരാശയോട്, നെടുവീർപ്പോട്, നിലവിളിയോട് അങ്ങയുടെ അരുമ കുഞ്ഞുങ്ങള് കടന്നു വന്നിരിക്കുന്നു. സ്വർഗീയ രാജാവ് ഈ മക്കളുടെ കണ്ണീർ തുടച്ച് ഈ മക്കളുടെ രോഗം എടുത്തു മാറ്റി ഈ മക്കൾക്ക് അത്ഭുത വഴികളെ തുറന്നു കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങളെ അങ്ങ് കരം പിടിച്ച് വഴി നടത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം. രാജാതി രാജാവ് തകർന്ന ഉള്ളങ്ങളോട് തിരുസന്നിയിൽ എത്തിയിരിക്കുന്ന പ്രിയമക്കള് നാഥാങ്ങ് മാറോട് അണച്ചുകൊണ്ടിരിക്കുക സ്തോത്രം. അങ്ങ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പിതാവ് ഓരോ പ്രിയമക്കളുടെയും കണ്ണീർ തുടച്ച് അങ്ങ് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കാൻ പോകുന്ന സ്തോത്രം. ശുശ്രൂഷയുടെ സർവ മാനവും മഹത്വവും പ്രശംസ പിതാവെ അങ്ങ് എടുത്തുകൊള്ളണം. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച അരുമരക്ഷകനാം യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 30-ാം വചനം നമുക്ക് ശ്രദ്ധിക്കാം. 1 ശമൂവേൽ 2:30. എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിനെ മാനിക്കുന്നവര് ദൈവം മാനിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം നാം ശ്രദ്ധിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവര് ദൈവം സ്നേഹിക്കും. ഇന്ന് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നവരാണ് എങ്കിൽ നിശ്ചയമായിട്ടും എന്റെ ദൈവം ഈ ലോകത്തിലും പരലോകത്തിലും നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 41:38 നാം വായിച്ചാല് യോസഫ് ഇതാ ഫറവോന്റെ കൊട്ടാരത്തില് എത്തിച്ചേരുന്നു. ഫറവോൻ യോസഫിനെ കാണുമ്പോൾ ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോന്ന് ചോദിക്കുകയാണ്. കാരണം ആ ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ഫറവോന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനിക്കാനായിട്ട് പലരെയും ഫറവോൻ തന്റെ രാജ്യത്തില് ക്ഷണിച്ചു. അവർക്ക് ആർക്കും രാജാവ് കണ്ട സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് കുണ്ടറയിലെ കാരാഗൃഹത്തില് ജയിലറയില് ആയിരുന്ന തടവ് പുള്ളിയായിരുന്ന യോസഫിനെ കുറിച്ചുള്ള വസ്തുത ദൈവം പാനപാത്ര വാഹകൻ മുഖാന്തരമായിട്ട് രാജാവിനെ കേൾപ്പിക്കുകയാണ്. ആ ക്ഷണത്തിൽ തന്നെ രാജസന്നിധിയിൽ നിന്ന് കൽപ്പന പുറപ്പെടുകയാണ്. ആ കുണ്ടറയിലെ കാരാഗൃഹത്തില് തടവുള്ളിയായി കിടക്കുന്ന യോസഫിനെ കൊട്ടാരത്തില് ചക്രവർത്തിയുടെ മുമ്പില് ഹാജരാക്കി. ദൈവകൃപയാല് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമൈതലായ യോസഫ് രാജാവിന് ദൈവം നൽകിയ സ്വപ്നത്തെ കുറിച്ചും ഭാവിയില് സംഭവിക്കാനിരിക്കുന്ന ക്ഷാമത്തെ കുറിച്ചും ശരിയായിട്ടുള്ള വ്യാഖ്യാനം ദൈവസന്നിധിയിൽ നിന്ന് ദൈവാലോചന പ്രാപിച്ച ദൈവാത്മാവ് പ്രാപിച്ച യോസഫ് ഫറവോന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് കേട്ട ക്ഷണത്തില് ഫറവോൻ പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 4-ാം വചനത്തില് ദൈവമൈതല് ദൈവത്തിന് വിലയേറിയവനാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. ഒരു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവ വഴിയിൽ നടക്കുന്ന ദൈവമൈതല് എന്റെ ദൈവത്തിന് വിലയേറിയവനാണ്.
മാത്രമല്ല അങ്ങനെ വിലയേറിയ ദൈവമക്കളെ ദൈവം ലോകത്തിൽ വെച്ച് ഒന്ന് മാന്യരാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസേഫിന്റെ ജീവിതത്തിലെ സവിശേഷത എന്ത്? ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിന്റെ 9 വചനത്തില് പാപം ചെയ്തു കൂട്ടാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഒരുക്കി കേണി ദുഷ്ടൻ ഒരുക്കുകയാണ്. എന്നാൽ യോസേഫ് ദൈവമുഖം നോക്കി നടന്ന യോസേഫ് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഇന്ന് പാപത്തെ വെള്ളം പോലെ കുടിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടം അന്നും അതേ കാലഘട്ടം തന്നെ. എന്നാൽ യോസേഫ് ചോദിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? പാപം ചെയ്യാൻ ഭയപ്പെട്ടിരുന്ന യോസേഫ് എന്ന ദൈവപൈതല് ദൈവം മാനിച്ച് കുണ്ടറ എന്ന പടുകുഴിയിൽ ഉയർത്തി കൊട്ടാരത്തിലെ രാജാവിന്റെ തിരുമുമ്പാകെ ഹാജരാക്കുകയും രാജാവിന് ബുദ്ധി ഉപദേശിക്കുന്ന മന്ത്രിയായിട്ട് രാജമന്ത്രിയായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. പാപം ചെയ്യാനായിട്ട് സാധ്യത വന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 13 വചനത്തില് അവൻ പുറത്തേക്ക് ഓടിപ്പോയി പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായ സ്ഥലത്തുനിന്ന് തന്നെ കാത്തുകൊള്ളുകയാണ്, ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ ചവിട്ടി നിന്നില്ല, ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയില്ല. അവൻ പാപം ചെയ്യാതെ തന്നെ കാത്തു സൂക്ഷിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ പാപം ചെയ്യാനുള്ള കളങ്ങൾ ഒരുക്കുമ്പോൾ പാപം ചെയ്യാതെ അവിടെ ഒന്ന് ഓടി രക്ഷപ്പെട്ടു കൊള്ളുക. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 21 വചനത്തില് യോസേഫ് കാരാഗൃഹത്തിൽ ഇടുന്ന ഒരവസ്ഥ അവന്റെ ജീവിതത്തിൽ വന്നു ചേർന്നു. ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നതുകൊണ്ട് ജയിലറയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ. എന്നാൽ എന്റെ ദൈവം അവനെ കൈവിട്ടുവോ? ഉൽപ്പത്തി പുസ്തകം നാം വായിച്ചാല് 39 അധ്യായത്തില് അതിന്റെ 21 വചനത്തില് കാരാഗ്രഹത്തിലെത്തിയ യോസേഫിനോട് കാരാഗ്രഹ പ്രമാണിക്ക് ദയ തോന്നാൻ തക്കവണ്ണം ദൈവം കാരാഗ്രഹ പ്രമാണിയോട് ഇടപെടാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാം സത്യത്തിനു വേണ്ടി സാക്ഷ്യം നിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രതികൂല അവസ്ഥ വന്നെന്നിരിക്കും. തളരണ്ട, പതറണ്ട, നിലംപരിശാകണ്ട. നീ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ നീ ആയിരിക്കുന്ന സാഹചര്യത്തില് എന്റെ ദൈവം നിന്നെ നിർത്തിക്കൊള്ളും തക്ക സമയത്ത്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ഉൽപ്പത്തി 41, 42, 43 വചനം നാം വായിച്ചാല് ഇവിടെ ഫറവോൻ സ്വപ്നവ്യാഖ്യാനം കേട്ട് സന്തോഷിക്കുക മാത്രമല്ല, ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്കിട്ടു. രാജാവിന്റെ അധികാരത്തിന്റെ മുദ്രമോതിരം രാജാവ് തന്റെ കയ്യിൽ നിന്ന് ഊരി ദൈവപൈതലായ കാരാഗ്രഹത്തിൽ കിടന്ന തടവുപുള്ളിയായ യോസേഫ് സ്വപ്ന വ്യാഖ്യാനം കൊടുത്തു നിമിത്തം അവന് ദൈവാത്മാവുണ്ടെന്ന് മനസ്സിലായി. ദൈവം ഇതാ ഫറവോൻ മുഖാന്തരമായതിനെ ഓർത്തിയാണ് ഇപ്പൊ രാജാവിന്റെ കൈക്ക് മോതിരമില്ല, അതായത് രാജാവിന്റെ കയ്യിൽ അധികാരമില്ല. അധികാരം തന്റെ പൈതലായ യോസേഫിനെ ദൈവം ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമോ ഇവൻ നിങ്ങളെ തടവ് പുള്ളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ആവശ്യത്തിന് വസ്ത്രം കൊടുക്കുകയില്ല. ഇവിടെ തടവ് പുള്ളിയായ യോസേഫ് തടവറയിൽ നിന്ന് വരുന്നത് ആ ജയിലറയിലെ വസ്ത്രവുമായിട്ടല്ല, അവന് നേർമയുള്ള വസ്ത്രം രാജാവ് ധരിപ്പിച്ചു. കൊട്ടാരത്തില് ഏറ്റവും വിലയേറിയ വസ്ത്രം രാജകൊട്ടാരത്തിൽ നിന്ന് തടവുള്ളിയായ യോസേഫിന് കൊടുത്തയക്കുകയാണ്. അത് മാത്രമല്ല, ഒരു സ്വർണ്ണ സരപ്പളി അവന്റെ കഴുത്തിലിട്ടു. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, എന്റെ മകനെ അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്, അത് നിന്റെ കഴുത്തിന് അലങ്കാരമാണ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പ്രബോധന വാക്യങ്ങൾ നീ അനുസരിച്ചാൽ നിന്റെ കഴുത്തിന് അവൻ അലങ്കാരമാല അണിയിച്ച് നിന്നെ മാനിക്കും. ഹല്ലേലൂയ. തന്റെ 2ാം രഥത്തിൽ അവനെ കയറ്റി. രാജാവ് തന്റെ 2ാം രഥത്തില് ഫറവോൻ ദൈവപൈതലായ യോസേഫിനെ തന്റെ 2ാം രഥത്തിൽ കയറ്റി. അതുകൊണ്ട് തീർന്നില്ല, മുട്ടുകുത്തിയവൻ അവന്റെ മുമ്പിൽ ഒന്ന് വിളിച്ചു പറയിച്ചു. ദൈവസന്നിധിയിലെ നാം മുട്ടുകുത്തുന്നു. ദൈവപൈതലായ യോസേഫിന്റെ മുമ്പില് ദൈവമില്ലാത്ത ജാതിയായ ഫറവോനും സൈന്യവും മുട്ടുകുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് ജാതികൾ അറിയാനിടയായി. ദൈവപൈതലായ യോസേഫിനെ ദൈവം മാനിച്ച ദിവസം. ഇന്ന് ഒരു
പൂർവ്വ ചരിത്രമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 8-ാം വചനത്തില് ഇവൻ സ്വപ്നം കണ്ട് സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ ഇവന്റെ സഹോദരന്മാർ ചോദിക്കുകയാണ്, നീ ഞങ്ങളെ വാഴുമോ? നീ ഞങ്ങളുടെ രാജാവായി കളയോ? കൊള്ളാമല്ലോ മിടുക്ക, നീ ഇത്ര ഏറ്റവും ഇളയവനായിട്ടിരുന്ന് ഒന്നിനും കൊള്ളരുതാത്തവരായിട്ടിരിക്കുന്നു. ആട് മേയ്ക്കുന്നവരാ നോക്കാൻ നടക്കുന്ന നീ, ഏറ്റവും ഇളയവൻ നീ. ഞങ്ങൾ നല്ല ആരോഗ്യശാലികളും മിടുക്കര്, ഞങ്ങളോട് നീ വന്ന് ഞങ്ങളെ വാഴുമോ? നീ ഞങ്ങളുടെ രാജാവാകുമോ? ഈ പറഞ്ഞ സഹോദരന്മാരെയും എന്റെ ദൈവം വെറുതെ വിട്ടില്ല. അവന്മാരെ കൊണ്ടും യോസഫിനെ മാനിക്കുന്ന അവസ്ഥയിൽ ദൈവം ആക്കി വെച്ചു. ഉൽപ്പത്തി 45:26 യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെ അധിപതി. ഹല്ലേലൂയ. അറബി കച്ചവടക്കാരന് വിറ്റു, പടുകുഴിയിൽ തള്ളിയിട്ടു, അവിടുന്ന് അറബിക്കാരന് വിറ്റു. സ്വന്തം ജാതിക്കാർക്ക് പോലും അല്ല, ഇവനിനി ഈ ദേശത്ത് വരികയില്ല, ഞങ്ങളെ ഭരിക്കുകയുമില്ല. ദൈവം അവിടുന്ന് തന്റെ പൈതലിനെ ഇതാ ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തിക്കുകയും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്ന ആ അവസ്ഥ തന്റെ സഹോദരന്മാർ വന്ന് കണ്ട് അപ്പനോട് ചെന്ന് അറിയിക്കുകയാണ്. യോസഫ് ചത്തുപോയില്ല, യോസഫ് ജീവനോടുണ്ട്. അവൻ ജീവനോടെ ഇരിക്കുന്ന സാധാരണ യോസഫ് അല്ല, മിസ്രയീം ദേശത്തിന്റെയൊക്കെ അധിപൻ. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും അലച്ചിരിക്കുന്ന കർത്താവ്. നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ മാനിക്കുന്ന ദൈവത്തിലാണെങ്കിൽ എന്റെ ദൈവം ഇന്നും നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദൈവം ആരെ മാനിക്കും എന്നുള്ള അവസ്ഥയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 41:1 മുതൽ 3 വരെയുള്ള വചനം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. സഭാപ്രസംഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. സുഖകാലത്ത് സുഖമായിരിക്കുക, അനർത്ഥകാലത്തോ ചിന്തിച്ചുകൊള്ളുക. എല്ലാ മനുഷ്യനും ഭൂമിയിൽ ജനിച്ചാൽ സുഖകാലവും ഉണ്ട്, അനർത്ഥകാലവും ഉണ്ട്. നീ സുഖകാലത്ത് എളിയവനെ ആദരിച്ചാൽ, നീ ഭൂമിയിൽ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ധനാഢ്യനായിട്ട് ഇരിക്കുമ്പോൾ, നിനക്ക് ശേഷിയുള്ളപ്പോൾ എളിയവനെ നീ ആദരിച്ചാൽ എന്റെ ദൈവം നിന്റെ അനർത്ഥ ദിവസത്തിൽ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. മാത്രമല്ല അടുത്ത വചനം, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. നീ ആയുഷ്കാലം തീരാതെ അങ്ങോട്ട് പോവുകയില്ല. ദൈവം നിന്റെ അനർത്ഥ ദിവസത്തിൽ നിന്നെ കാത്ത് നിന്നെ ജീവനോടെ പാലിക്കും. ഹല്ലേലൂയ. ആര്? എളിയവരെ ആദരിക്കുന്നവൻ. തങ്ങൾ എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാൻ എളിയവനെ ആദരിക്കുന്നവൻ. അത് മാത്രമല്ല അടുത്ത വചനത്തിൽ പറയുന്നു, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. ലോട്ടറി കിട്ടുന്നവനല്ല ഭാഗ്യം, 18 വയസ്സിൽ ഈ മക്കളെ കെട്ടിക്കൊടുക്കുന്നതല്ല ഭാഗ്യം, 5 ഭർത്താക്കന്മാരുണ്ട് അതല്ല ഭാഗ്യം. ദൈവസന്നിധിയിൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. 12 ഭാര്യ 12 സ്ഥലത്തുണ്ട്, അതുമല്ല ഭാഗ്യം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. മാത്രമല്ല അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. നിന്റെ ശത്രു നിന്റെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നല്ല, നീ മരിച്ച് നീ മണ്ണടിഞ്ഞു പോകണം. എന്നാൽ നിന്റെ ശത്രുവിന്റെ ഇഷ്ടത്തിന്, നിന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. എല്ലാവർക്കും രോഗസൗഖ്യം വേണം. എങ്ങനെ രോഗസൗഖ്യം ഓപ്പറേറ്റ് ചെയ്യും, അത് പ്രവർത്തിക്കും. എളിയവനെ ആദരിക്കുന്നവന് ദൈവം രോഗശയ്യയിൽ താങ്ങും. ഹല്ലേലൂയ. യോബിന് ദൈവം വിടുവിച്ചു. അവൻ നിലവിളിക്കുന്ന എളിയവന് ഇവൻ വിടുവിച്ചു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. യെശയ്യാപ്രവചന പുസ്തകം 38-ാം അധ്യായം അതിന്റെ 3-ാം വചനത്തില് ഹിസ്കിയാവ് ചക്രവർത്തിക്ക് മരണകരമായ രോഗം പിടിക്കും. രോഗം 2 തരത്തിലുണ്ട്, മരണകരമുണ്ട്, മരണകരം അല്ലാത്തതും. ഇവിടെ ചക്രവർത്തിക്ക് മരണകരമായ രോഗം ബാധിച്ചു. സമയത്ത് ചക്രവർത്തി ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ദൈവസന്നിധിയിൽ അവന്റെ പൂർവ്വദിവസത്തെ നടപ്പിനെ കുറിച്ച്, അവൻ കർത്താവിനെ കൈക്കൊണ്ടതിന് ശേഷമുള്ള അവന്റെ ജീവിതചര്യകളെ കുറിച്ച് ദൈവത്തിന്
ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതുവരെ പാപം ചെയ്തു നടന്നോ? ഇന്നൊരു തീരുമാനമെടുക്ക്. ഇനി ഞാൻ പാപത്തിനായിട്ട് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയല്ല, ഞാൻ ദൈവ പൈതലായി ജീവിക്കും. ഇന്നു മുതൽ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല, ദീനത്തില് നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കും. ദീനം വന്നുപോയാല് ദൈവം ആ കിടക്ക മാറ്റിവിരിക്കും. ഇവിടെ ഹിസ്കിയാ ചക്രവർത്തി താൻ അനുതാപ ഹൃദയത്തോട് ദൈവസന്നി നിലവിളിച്ചപ്പോഴ് ദൈവം അവനോട് മനസ്സലിഞ്ഞ് അവന്റെ അസുഖം എടുത്തു മാറ്റി ആയുസിനോട് 15 സംവത്സരം കൂടെ കൂട്ടിക്കൊടുത്തു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുതെന്ന് യാക്കോബ് ലേഖകൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കും. കാരണം നാം ശരീരത്തിലായിരിക്കുമ്പോൾ, ആരോഗ്യത്തോടായിരിക്കുമ്പോൾ, ഓർമ്മയോടായിരിക്കുമ്പോൾ, എഴുന്നേറ്റ് നടക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ കഴിയും. കിടപ്പി കിടന്നു കഴിഞ്ഞാല് പിന്നെ നന്മ എത്ര ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നു മുതൽ നന്മ ചെയ്യുവാൻ പഠിക്കുക, തിന്മ ചെയ്യുന്നത് മതിയാക്കുക. ഇന്ന് നിങ്ങൾ നിരവധി സാക്ഷ്യം കേട്ടു. അബുദാബിയിൽ നിന്ന് കടന്നു വന്നൊരു സഹോദരൻ സാക്ഷിയരിച്ച് ശ്രദ്ധിച്ചോ? സുരേന്ദ്രന്റെ സാക്ഷ്യം. താൻ അക്ഷരാർത്ഥത്തില് ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയില് മൂക്കിനകത്ത് മാംസം വളർന്നു കയറി മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥ. എന്നാൽ വൈദ്യശാസ്ത്രത്തിന് ആ സഹോദരന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഡോക്ടർമാർ പഠിച്ചതൊക്കെ ചിലതൊക്കെ ചെയ്തു. ആ സുരേന്ദ്രൻ എന്ന സഹോദരന്റെ ശരീരത്തിൽ അത് ഏശിയില്ല. എന്നാൽ ആ സമയത്ത് അബുദാബിയിലായിരുന്നുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ട സുരേന്ദ്രൻ പ്രേഗ് ഗാർഡൻസിലോട്ട് ഫോൺ ചെയ്തു. ഏത് സമയത്ത്? അബുദാബിയില് മരുഭൂമിയില്. ഈ എളിയവൻ നിലവിളിക്കുന്നു, കർത്താവേ ഈ സഹോദരൻ ഉത്തരം നൽകണം, ഈ സഹോദരന്റെ മൂക്കിലെ മാംസം എടുത്തു മാറ്റണം, ഈ സഹോദരന്റെ പനി എടുത്തു മാറ്റണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ കൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ച ക്ഷണത്തിൽ തന്നെ ദൈവാത്മാവ് സുരേന്ദ്രന്റെ മേൽ അതാ കടന്നു എന്ന അബുദാബിയിലായിരുന്ന സഹോദരന്റെ മൂക്കിലെ മാംസം തെറിച്ചു പോകുന്ന അവസ്ഥയില് തെറിപ്പിച്ച് പരിപൂർണ്ണ സൗഖ്യത്തോടെ ദേശത്ത് കടന്നു വന്ന സാക്ഷിയായിട്ട് നിൽക്കാനും കർത്താവ് എഴുന്നേൽപ്പിച്ചു. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താട്ടെ. ദോഷമായിട്ടൊന്നോ ദോഷമായിട്ടൊന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു. ഭർത്താവിന്റെ മദ്യപാനത്തില് മനം നന്ന് നിലവിളിക്കുന്ന പാർവതി, ഇന്നത്തെ ദിവസം നിങ്ങൾ പോയി കുറിച്ചിട്ട് കൊള്ളുക. നിങ്ങളുടെ ഭർത്താവിന് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നൽകി മാനസാന്തരത്തിലോട്ട് ദൈവം നയിക്കാൻ പോകുന്നു. കരം തട്ടി ക്രിസ്തുയേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ പുറപ്പാട് പുസ്തകം 23:22 യെശയ്യാപ്രവചന പുസ്തകം 49:26 നിങ്ങളെ പകയ്ക്കുന്നവര് കർത്താവ് പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥമായിട്ട് നീ ദൈവത്തെ മാനിച്ചാൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ദൈവമക്കളെ വെറുക്കുന്നവരെ ദൈവം വെറുക്കും, ദൈവമക്കളെ ഞെരുക്കുന്നവരെ ദൈവം ഞെരുക്കും, ദൈവമക്കളെ പകയ്ക്കുന്നവരെ ദൈവം പകയ്ക്കും. എസ്തേറിന്റെ പുസ്തകം നാം വായിച്ചാല് 7-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തില് ഇവിടെ ഹാമാൻ ചെന്ന് രാജാവിന് മുഖം കാണിക്കാൻ ചെന്ന് നിൽക്കുകയാണ്. ഇവൻ ചെന്ന് നിന്നത് നല്ല ഉദ്ദേശത്തിനല്ല. എസ്തേർ 6:3 നാം വായിച്ചാല് രാജാവിന് ഉറക്കം വരുന്നില്ല. ചുരുക്കത്തില് ദൈവം രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി. രാജാവ് തിരക്കുകയാണ്. ദിനവൃത്താന്തത്തിന്റെ പുസ്തകം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അതിലെ മൊർദെഖായി എന്നൊരു എളിയവൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽപ്പടിയിൽ നിന്ന് വാതിൽക്കാൽക്കാരൻ, ഒരു യോഗ്യതയും ഇല്ലാത്തവൻ. 2 പേര് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാനായിട്ട് പദ്ധതിയിട്ടത്. മൊർദെഖായി അറിയിപ്പ് കൊടുത്തു.
രാജാവ് വിസ്തരിച്ചാറ് കാര്യം സത്യമെന്ന് കണ്ട് അവർ രണ്ടുപേരും തൂക്കിക്കളഞ്ഞു. ഇതിന് പകരമായിട്ട് ഈ മൊർദെഖായിക്ക് എന്തെങ്കിലും ബഹുമാനോ പദവിയോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? രാജാവ് തിരക്കുകയാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് അറിയിച്ചത് ദൈവം. യഹൂദനായ മൊർദെഖായി ദൈവത്തെ മാനിക്കുന്നവനാണ്. എന്നാൽ അവൻ രാജാവിന് നന്മ ചെയ്തിട്ടും രാജാവ് അത് ഓർക്കാതിരുന്നപ്പോഴ് ദൈവം രാജാവിന്റെ ഉറക്കം കെടുത്തി. രാജാവിനെ കൊണ്ട് കാര്യം ശ്രദ്ധിപ്പിക്കുകയും മൊർദെഖായിക്ക് എന്ത് നന്മ ചെയ്തു എന്ന് രാജാവ് മന്ത്രിയെ കൊണ്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് അവ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു മറുപടി വരികയാണ്. ക്ഷണത്തിൽ രാജാവ് ചോദിച്ചു, ഇവിടെ മുൻവശത്തെ പ്രാകാരത്തില് ആരുണ്ട്? നോക്കിയപ്പോഴ് ഹാമാൻ ചെന്ന് നിൽക്കുകയാണ്. അവൻ നല്ല ഉദ്ദേശത്തിൽ ചെന്നതല്ല, ഇവൻ വീട്ടിലൊരു കഴുകുമരം ഉണ്ടാക്കി വെച്ചിട്ട് വന്നു. ഇവനെ കാണുമ്പോഴ് മൊർദെഖായി എഴുന്നേൽക്കുന്നില്ല, സലാം അടിക്കുന്നില്ല. അതുകൊണ്ട് ഇവനെ മൊർദെഖായിയെ ഒടുക്കിക്കളയാനായിട്ട് രാജാവിന്റെ ഒരു ഉത്തരവ് കിട്ടിയാൽ മതി. അത് വാങ്ങിക്കാനായിട്ട് റെഡിയായിട്ട് വന്ന് രാജകൊട്ടാരത്തിൽ മുഖം കാണിക്കാൻ നിന്നപ്പോഴാണ് രാജാവ് ഉറക്കം വരാതെ ഇരുന്നിട്ട് ദിനവൃത്താന്ത പുസ്തകം എടുപ്പിക്കുന്നതും പ്രാകാരത്തിൽ ആരുണ്ടെന്ന് സേവകരോട് ചോദിക്കുന്നതും. ക്ഷണത്തില് മറുപടി വരികയാണ്, ഹാമാൻ അവിടെ നിൽപ്പുണ്ട്. ഹാമാൻ നിൽപ്പുണ്ടെന്ന് അറിയിച്ചപ്പോ തന്നെ ഹാമാനോട് രാജാവ് ചോദിക്കുകയാണ്, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തൊക്കെ ചെയ്യണം? ആ സമയത്ത് ഹാമാൻ ചിന്തിക്കുകയാണ്, ഞാൻ മന്ത്രി, എന്നെ അല്ലാതെ ആര് രാജാവ് ബഹുമാനിക്കും? ഇവ മറുപടി കൊടുക്കുകയാണ്, രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവന്റെ തലയിൽ വെക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം. മാത്രമല്ല രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇതുപോലെ ബഹുമാനിക്കുമെന്ന് വിളിച്ചു പറയുകയും വേണം. ഇത് പറഞ്ഞ ഉടൻ തന്നെ രാജാവ് ഹാമാനോട് പറയുകയാണ്, നീ പറഞ്ഞതുപോലെയൊക്കെ കൊണ്ടുവന്ന് എന്റെ വാതിൽക്കൽ, കൊട്ടാര വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിയെ ഈ പറഞ്ഞ കൃത്യങ്ങളൊക്കെ അവൻ രാജവസ്ത്രത്തെ ധരിപ്പിക്കുക, കൊണ്ടുവന്ന് വിളിച്ചു ഘോഷിക്കുക. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്നു. മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൊണ്ടുവിടുന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ രണ്ട് കാര്യം വ്യക്തം. ഒന്ന്, ഇവനെ കൊല്ലാൻ വേണ്ടി കൽപ്പന ചോദിച്ചും കൊണ്ടാണ് ഹാമാൻ കൊട്ടാരവാതിക്ക് വന്നു നിന്നത്. ഹാമാനെ കൊല്ലാനായിട്ട് ദൈവം തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനു മുമ്പായിട്ട് ദൈവഭക്തനായ മൊർദെഖായിയെ ബഹുമാനി, അത് ഹാമാനെ കൊണ്ട് തന്നെ ബഹുമാനിപ്പിച്ചു. അതിനുശേഷം നാം വായിച്ചാല് എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വചനത്തില് ഹാമാന് അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴിവത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞു. നിന്നെ പകയ്ക്കുന്നവര് ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവര് ഞാൻ ഞെരുക്കുമെന്ന് കർത്താവ് അരുളിച്ചത് എത്ര സത്യമാണ്. വചനത്തിന്റെ വെളിച്ചത്തിൽ നാം ശോധന ചെയ്താല് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തെ മാനിക്കാത്തതിന്റെ അവസ്ഥയുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-ാം വചനത്തില് ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിങ്കയിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും. ദൈവത്തെ മാനിക്കാത്തവന്റെ പേര് ആകാശത്തിങ്കയിൽ ദൈവം മായ്ച്ചു കളയും എന്ന് ഒരു മാതാവ് സാക്ഷിച്ച് ശ്രദ്ധിച്ചോ. പുതുവത്സര സ്തോത്രോത്സവം ഇതാ അടുത്ത് നമുക്ക് വരികയാണ്. പുതുവത്സര സ്തോത്രോത്സവം കടന്നു വന്ന എല്ലാവരെയും ദൈവം വിടുവിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി അനേകര് ജോലിയില്ലാതെ അലയുന്ന ചെറുപ്പക്കാരികള് കടന്നു വന്നിരുന്നു. അവർക്ക് വേണ്ടി ദൈവസന്നെ നിലവിളിച്ചപ്പോഴ് ദൈവം ഒരു മനുഷ്യന്റെ പേര്, ഒരു ചെറുപ്പക്കാരന്റെ പേര് എന്റെ നാവിൽ തന്നു. സാബു സാബു സാബു. ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നവന് ഇതാ നിനക്ക് സർക്കാർ ഉദ്യോഗം തന്നു. ദൈവം സർക്കാരിൽ ജോലി ഒരുക്കിയിരിക്കുന്നു. ജനുവരി 1-ാം തീയതി ദൈവാലോചന വന്നു. ആഗസ്റ്റ് 1-ാം തീയതി ആയപ്പോഴ് സാബു അലഞ്ഞു തിരിഞ്ഞു നടന്ന സാബുവിന് ദൈവം സർക്കാർ ഉദ്യോഗം കൊടുത്തു മാനിച്ചു. ഗവൺമെന്റ് ക്രിസ്ത്യേശുവിനെ മാറ്റപ്പെടുത്തിയാട്ട് അതോടെ ആ വീട്ടിലെ അത്ഭുതം തീർന്നില്ല. മാതാവിന് വയറ്റില് ഓപ്പറേഷൻ, മേൽ ഓപ്പറേഷൻ. തൃക്കണ്ണാപുരത്തായിരുന്ന സ്ഥലത്ത് ദൈവദാസനെ അയച്ച് തന്റെ ദാസനിലൂടെ ആലോചന വന്നു, ഇനി ഓപ്പറേഷൻ ഇല്ല. ക്ഷണത്തില് മരണഭീതിയോടുന്ന സഹോദരനെ രോഗം കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി. അവരുടെ ഭർത്താവിന്
ഡയബറ്റിക്സിന്റെ രോഗം മൂത്തം കാല് പഴിച്ചുപോയി. നിങ്ങൾക്കറിയാമല്ലോ, മരുന്ന് ഒരു പരിധി വരെ പോകുള്ളൂ. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം. കാല് മുറിച്ചു മാറ്റണം എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സമയത്ത് നിലവിളിയോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ഏത് സമയത്ത്? സ്വർഗത്തിലെ വലിയവനായ ദൈവമോ നോക്കി പുതുവായ കർത്താവ് വിളിച്ച സമയത്ത് തന്നെ ദൈവം എനിക്ക് മറുപടി ഒന്നും കാല് മുറിച്ച് മാറ്റണ്ട, ദൈവം ഇതാ 2 കാലോടെ സാക്ഷീകരിക്കുന്ന അവസ്ഥയിൽ ഇതാ കൊണ്ടുവരുത്തുന്നു. ഇന്ന് 2 കാലുള്ളവനായി സാക്ഷ്യം പറയുന്ന അവസ്ഥയിൽ ദൈവം ആ സഹോദരന് ഡയബറ്റീസ് രോഗത്തിൽ നിന്ന് വിടുവിച്ച് 2 കാലോടുകൂടെ നടക്കുമാറാക്കുന്നു. കരം തട്ടി ക്രിസ്തുയേശുവിനെ മഹത്വപ്പെടുത്താട്ടെ. സങ്കീർത്തനക്കാരൻ 37:9-20 വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദുഷ്പ്രവർത്തിക്കാൻ ഛേദിക്കപ്പെടും. അതായത് ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, നല്ല മലയാളം ഭാഷ പറഞ്ഞാൽ മിച്ചം കാണുകയില്ല. സങ്കീർത്തനങ്ങൾ 37:28 ദുഷ്ടന്മാരുടെ സന്തതിയും ഛേദിക്കപ്പെടും. ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ മാത്രമല്ല, അവന്റെ സന്തതിയും ഛേദിക്കപ്പെടും, നശിച്ചു പോകും. അതുകൊണ്ട് ദുഷ്ടത മതിയാക്കുക, മാനസാന്തരപ്പെട്ട് എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. 1 പത്രോസ് 3:13 നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ സുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആര്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ സുഷ്കാന്തിയുള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ആർക്കും ദോഷം ചെയ്യാൻ പറ്റില്ല. എന്റെ ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നന്മ ചെയ്യുന്ന മക്കളെ ദൈവം ആദരിക്കും. മലാക്കി പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാം വചനത്തില് യഹോവയെ സ്മരിക്കുന്നവർക്ക് ഒരു സ്മരണ പുസ്തകം വച്ചിട്ടുണ്ട്. ദൈവം ഉണ്ടാക്കുവാനുള്ള ദിവസത്തില് എന്റെ ദൈവത്തിന് അവരൊരു നിക്ഷേപമായിരിക്കും, ജൂവൽസ് ആയിരിക്കും. അത് ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ് ദൈവജനം. ഹല്ലേലൂയ. എന്നാൽ ലോകത്തിൽ നാം ശ്രദ്ധിച്ച ഫിലിപ്പിയർ 3:19 പ്രകാരം എന്നെ മാനിക്കുന്നവന് ദൈവം മാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നെന്ന ചിലര് മാനിക്കുന്നത് ദൈവത്തെ അല്ല, അവരുടെ വയറ്. ചിലരുടെ ദൈവം വയറ്. അതിന്റെ അർത്ഥം അവരുടെ അവസാനം നാശം. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വയറിലാക്കാക്കിയുള്ള ആത്മീയ ജീവിതം ഇന്നോട് മതിയാക്കുക. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 8-ാം വചനം. എന്നാൽ ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. 1 പത്രോസ് 3:18 നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിഞ്ഞാൽ ക്രിസ്തു യേശു നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തു യേശു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇവര് വയറിനെ ദൈവമാക്കി വെക്കുന്നു? അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനം മോഹിക്കുന്നവർ. ദൈവത്താലുള്ള മാനം അവർക്ക് സാരമില്ല. മനുഷ്യരാൽ താൽക്കാലികമായിട്ട്, ഇവിടെ ക്ഷണികമായിട്ട് മനുഷ്യരാലുള്ള മാനം. കർത്താവ് താൻ ലോകത്തിലായിരുന്നപ്പോഴ് പത്രോസ് കർത്താവിനെ തള്ളിപ്പറയാനിടയായി. വേലക്കാരിയുടെ മുമ്പില് ഒരു മാനത്തിന് വേണ്ടി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്താലുള്ള മാനം ദൈവജനത്തിന് മതി. കരം കൊടുത്ത് അടുത്തിരിക്കുന്ന സഹോദരൻ സഹോദരനോട് പറഞ്ഞാട്ട്, സഹോദരി സഹോദരിയോട് പറഞ്ഞാട്ട്, നമുക്ക് ദൈവത്താലുള്ള മാനം മതി, മനുഷ്യരുടെ മാനം വേണ്ട. ഹല്ലേലൂയ. കർത്താവ് താൻ ലോകത്തിലായിരുന്നപ്പോഴ് ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തു യേശു എന്ന് അനേകർ അറിഞ്ഞിട്ടും അവര് മനുഷ്യരാലുള്ള മാനം മോഹിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു ആത്മീയ ജീവിതം നമുക്ക് വേണ്ട. ഇന്ന് നമ്മളിൽ പലരുമുണ്ട്. ബൈബിള് കൊണ്ടുപോയാൽ അവരെന്ത് വിചാരിക്കും? കൂട്ടായ്മയിൽ ഞാൻ പോകുന്ന അറിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും? സിസ്റ്ററെ, എന്റെ മകളെ പറ്റി അവരെന്ത് വിചാരിക്കും? എന്റെ മകനെ പറ്റി അവരെന്ത് വിചാരിക്കും? എന്റെ ഇന്നാരെ പറ്റി എന്ത് വിചാരിക്കും? മനുഷ്യന്റെ വിചാരം ദൈവം മായ എന്നറിയുന്നു. അതിനെ ചവിട്ടിക്കളയുക. ദൈവം നമ്മെ കുറിച്ച്, എന്റെ ദൈവം നിന്നെ ഉരുവാക്കിയ ദൈവം നിന്നെ കുറിച്ച് എന്തെന്നും
നീ ദൈവ വഴിയിൽ നടന്നാൽ ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് ദൈവത്തിൽ നിന്നുള്ള മാനം വേണമോ? ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞുകൊള്ളുക. അതെ, കർത്താവ് അരുളിച്ചെയ്തു യോഹന്നാൻ 17:14, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവര് ലൗകികരല്ല. മറ്റു മനുഷ്യർ ലൗകികരാണ്, അതുകൊണ്ടാണ് വയറിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർ ഓടുന്നത്. അതെ, വേദപുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ കൽപ്പന ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്റെ സ്നേഹിതൻ, അവനെ എന്റെ പിതാവ് മാനിക്കും. നീ ദൈവ കൽപ്പന പ്രമാണിക്കുന്നവനാണെങ്കിൽ ദൈവം നിന്നെ മാനിക്കുന്ന സുദിനമുണ്ട്. ജോഷുവയുടെ പുസ്തകം 24:15 നാം വായിച്ചാല് ജോഷു പറയുകയാണ്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇവന്റെ മുമ്പില് സൂര്യനെയും ചന്ദ്രനെയും ദൈവം നിർത്തി. ഹല്ലേലൂയ. മാത്രമല്ല അവനൊരു വാക്ക് കർത്താവ് കൊടുക്കുകയാണ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. നീ ദൈവത്തെ മാനിക്കുന്നവനാണെങ്കിൽ ഇതേ വാഗ്ദത്തം നിനക്കും ഉണ്ട്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. മാത്രമല്ല സദൃശ്യവാക്യം 3:9, യാക്കോബേ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. നമ്മൾ ബഹുമാനിക്കും, തൊണ്ടയ്ക്ക് പ്രമച്ച് ബഹുമാനിക്കും, പണച്ചലുള്ള കാര്യമൊന്നും ചെയ്യാറില്ല. ദൈവത്തിന്റെ കൽപ്പന, നീ ദൈവത്തെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലവും കൊണ്ട് ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞ് ഒഴുകും. തിരുവനന്തപുരത്തുനിന്ന് ഒരു സഹോദരൻ മെനഞ്ഞന്നെ ഫോൺ വിളിച്ചിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടെ സിസ്റ്റർ, ജോലി ചെയ്തിട്ട് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല. അറിയാതെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, അയാൾ അറിയാതെ പറയുന്നു, നിനക്ക് കാര്യങ്ങൾ ഞാൻ ഗ്രഹിപ്പിച്ചെന്ന് സംസാരിക്കാം. ഞാൻ സഹോദര, എന്താണെന്ന് എനിക്കറിയാം, ഞാൻ പറയട്ടെ. നിങ്ങളുടെ ജോലി ചെയ്യുന്ന ദശാംശം ദൈവത്തിന് മാറ്റുന്നു. അത് ഞാൻ 10 രൂപ കാണിക്കേടുന്നുണ്ട്. 10 രൂപ, നിന്റെ 10 രൂപയെ കുറിച്ചല്ല പറഞ്ഞത്. ദോരമുള്ള കാലണയുണ്ടായിരുന്നു, അതിനെ കുറിച്ചും അല്ല പറഞ്ഞത്. നിന്റെ ദശാംശം നീ ദൈവസേനയിൽ അർപ്പിച്ചാൽ ദൈവം നിന്നെ ആകാശത്തിന്റെ കിളിവാതിലെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. പെട്ടെന്ന് സഹോദരൻ പറഞ്ഞു, ഞാൻ 10 രൂപ കാണിക്കേടുന്നുണ്ട്. നിന്റെ 10 രൂപയും നിന്റെ കാണിക്ക എന്റെ ദൈവത്തിന് വേണ്ട. ഭൂമി അതിന്റെ നിറവും യഹോവയ്ക്കുള്ളതത്രേ. യെശയ്യാപ്രവചന പുസ്തകം 29-ാം അധ്യായം അതിന് 22-ാം വചനത്തില് യാക്കോബ് ഇനി ലജ്ജിച്ചു പോകുകയില്ല, അവന്റെ മുഖം ഇനി വിളറി പോകുകയുമില്ല. യാക്കോബിന്റെ മുഖം വിളറിയ സന്ദർഭങ്ങളുണ്ട്, എന്നാൽ ഇനി ദൈവം യാക്കോബിന്റെ മുഖം വിളറാൻ ഇടവയ്ക്കുകയില്ല. കാരണം ദൈവം അവനെ അനുഗ്രഹിച്ചു. അവന്റെ കണ്ണീരിന്റെ മുമ്പില് നിത്യമായിട്ടുള്ള അനുഗ്രഹവും അവന് കൊടുത്തു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഏശാവിന്റെ മുമ്പില് ഇവന്റെ മുഖം വിളറി. വീടുന്ന് ശ്രദ്ധിച്ചാൽ അമ്മാവനായ ലാബാന്റെ ഭവനത്തിൽ ഇവൻ എത്തി. സൗന്ദര്യമുള്ള റാഹേലിനെ ഭാര്യയായി കിട്ടുമെന്ന് വിശ്വസ്തയോടെ ജോലി ചെയ്തവിടെ 10 വർഷമായതും ഒട്ടും സൗന്ദര്യമല്ലാത്ത ലേയെ കൊണ്ട് ഭാര്യയായിട്ട് കൊടുത്തു. അവിടെ മുഖം വിളറിപ്പോയി. എന്നാൽ ഇവൻ ദൈവസേനയില് കരയുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് ഇവനെ അനുഗ്രഹിച്ചു. മാത്രമല്ല ഇവന് വാക്ക് കൊടുക്കുകയാണ്, ഇനി നിന്റെ മുഖം വിളറിപ്പോകുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മറ്റു മനുഷ്യർ നിന്ദിച്ച അവസ്ഥയിൽ കടന്നു വന്ന ശ്യാമള, ഇനി നിന്റെ മുഖം വിളറാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ദൈവം ഇത് മാനിക്കാൻ പോകുന്നു. അതെ, ദൈവം ഇന്ന് കടന്നു വന്ന ദൈവവചനം ശ്രവിക്കുന്ന ദൈവജനമേ, കർത്താവിനെ പൂർണ്ണ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്ത ദൈവജനമേ, നന്മ ചെയ്യുവാനായിട്ട് തീരുമാനമെടുത്ത ദൈവജനമേ, എന്റെ ദൈവം നിങ്ങളുടെ നിന്ന് എടുത്തു മാറ്റി നിങ്ങളെ മാനിക്കാൻ പോകുന്നു. അതെ, മുൻപ് അവന്റെ രാജ്യവും നീതിയും തേടുവിൻ, അതോടുകൂടി അതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെയാണ് നമ്മൾ പലർക്കും തെറ്റുപറ്റുന്നത്. മുൻപേ നമ്മള് ഡ്രസ് വാങ്ങിക്കാൻ പോവും, മുമ്പേ നമ്മള് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ദൈവകാര്യം രാത്രി പ്രാർത്ഥിക്കാൻ 11:45 ഉറക്കം തൂങ്ങി കോട്ട് വീട്ട് കണ്ണെല്ലാം ചോദിച്ചു ഇരിക്കും. മുൻപേ അവന്റെ രാജ്യവും നീതിയും തേടിരും. ഇവിടെ ഇന്ന് തിരുത്തേണ്ട സമയമാണ്. പ്രാർത്ഥനയ്ക്ക് നല്ല തണുപ്പും കുളിരും കൊണ്ട് ഇപ്പോഴും ഉറക്കം കണ്ണീർ കൂടി വന്ന് സിസ്റ്റർ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നെന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരി, ദൈവവചനം സാക്ഷാൽ ദൈവവചനമായിട്ട് ഉൾക്കൊള്ളുക, ദൈവവചനമായിട്ട് ശ്രവിക്കുക. ദൈവം കടന്നു വന്ന് നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും.
അതെ, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്യാണ്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അപ്പന് മാനസാന്തരമില്ലയോ? എന്റെ ദൈവം ഒരു ക്ഷണത്തിൽ നിന്റെ അപ്പനെ മാനസാന്തരപ്പെട്ട് മടക്കി കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദശാംശം ദൈവത്തിന് കൊടുക്കണമോ? ലേവ്യ പുസ്തകം 27 അധ്യായം 30 വചനത്തില് ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളത്, അതെടുത്തു വെച്ച് തിന്നാൽ അനുഗ്രഹം വരികയില്ല, ശാപം. സദൃശവാക്യം 8 അധ്യായം 18 വചനത്തില് എന്റെ മക്കൾ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്, നീ ദൈവത്തിന് കൊടുത്താൽ സ്വർഗത്തിലേക്ക് ഈ വാതിലെ തുറന്ന് അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്തുകൊണ്ട് നാം ദൈവത്തെ മാനിക്കണം? യിരെമ്യാപ്രവചന പുസ്തകം 13 അധ്യായം 16 വചനത്തില് ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടവിപ്പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ, അല്ല എങ്കില് നിങ്ങള് വെളിച്ചത്തിന് കാത്തിരിക്ക, കൂരിരുട്ടും അന്ധമാസം മരണം സംഭവിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധി കടന്നു ചെന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ബഹുമാനിച്ച് നന്മ ചെയ്യുക. എന്തുകൊണ്ട് ദൈവവൈതലിന് കഷ്ടം വരുന്നു? സദൃശവാക്യം 3:12 അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ശിക്ഷയുണ്ട്. സദൃശവാക്യം 13:14 അതുകൊണ്ട് ശിക്ഷിക്കാതെ മക്കളെ നൂത്തുവിട്ട് വളർത്തരുത്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. വടി ഉപയോഗിച്ചാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് സദൃശവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, മക്കളെ ശിക്ഷിക്കണം. മക്കളെ ശിക്ഷിച്ചാൽ അത് അനുഗ്രഹമാണ്. എന്നാൽ അവരെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. ദൈവ സ്നേഹത്തോടു കൂടെ വേണം കുഞ്ഞുങ്ങളോട് ഇടപെടാനും. 1 തിമോഥെയോസ് 5 അധ്യായം അതിന്റെ 17 വചനത്തില് ഇവിടെ ദൈവവചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായ എണ്ണം. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ മാനിക്കുന്ന അവസ്ഥ നാം ശ്രദ്ധിച്ചു. മാനിക്കുക മാത്രമല്ല, ഇരട്ടി മാനം ദൈവം ധരിപ്പിക്കുക. എല്ലാവർക്കും എഴുന്നേൽക്കാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ആത്മാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച എല്ലാവർക്കും കരമുയർത്തി കരം തട്ടി പാടി മാത്രം എല്ലാ കരവും ഉയരട്ടെ. കരമുയർത്തി കരം തട്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളുമേല ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളുമേല ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ
പിന്മഴ നൽക. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. 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 ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. 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 ആർത്തുപാടി സ്തുതിക്കാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം. റീക്കൽബാർ ഇലക്കസി ജാദുരീക്കൽബാർ ഈക്കൽബാർ അസീക്കൽബാർ ഇലബാർ ബറബറ അസീ ജാദുരീക്കൽബാർ അസീക്കൽബാർ ഈക്കൽബാർ ഈക്കൽബാർ ഇലക്കസി അറീക്കൽബാർ ഈക്കൽബാർ അസീക്കൽബാർ ഈക്കൽബാർ അസീക്കൽബാർ ഈക്കൽബാർ ഈക്കൽബാർ. ഉദു ശക്തിയാൽ, ഉദു അഭിഷേകത്താൽ, ഉദു കൃപകളാൽ, ഉദു അനുഗ്രഹത്താൽ കർത്താവ് ഓരോരുത്തരെ നിറയ്ക്കുന്നു. ഉദു ഭാഷകളെ നിറയ്ക്കുന്നു. റീക്കൽബാർ ഈക്കൽബാർ ഈക്കൽബാർ ഈക്കൽബാർ. സൗഖ്യമാക്കുന്ന അഗ്നി ഇതാ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുത സൗഖ്യം നിങ്ങൾക്ക് ഈ സമയത്ത് പ്രാപിക്കാം. ഡയബറ്റിക് രോഗം കർത്താവ് എടുത്തു മാറ്റുന്നു. ഹാർട്ട് ഫെയിലുവർ കർത്താവ് എടുത്തു മാറ്റുന്നു. കിഡ്നിയുടെ കംപ്ലൈന്റ് കർത്താവ് എടുത്തു മാറ്റുന്നു. കർത്താവ് പരിപൂർണ്ണ സൗഖ്യം നൽകി നിങ്ങളെ വിടുവിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് എന്റെ ദൈവത്തിന് സാധ്യമാണ്. പത്മിനെ മകൾ മരിച്ചു പോകുന്ന അവസ്ഥയില്, ആശുപത്രിയിൽ മരണക്കിടക്കയില്, ഡോക്ടർമാർ കൈ മലർത്തിയ അവസ്ഥയില് നിലവിളിയോട് എന്റെ മകളുടെ മരണം കാണണ്ട, മകളെ ജീവനോട് വേണമെന്ന് നിലവിളിക്കുന്ന പത്മിനി, നിങ്ങളുടെ നിലവിളി സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പൈതലിന് പരിപൂർണ്ണ സൗഖ്യം നൽകി ഇതാ വിടുവിച്ചിരിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് ഡോക്ടർമാരെ അധിക്ഷേപിച്ചുകൊണ്ട് ദൈവം നിങ്ങളുടെ മകൾക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി ഈ സമയത്ത് താങ്ങി എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. കിഡ്നി സ്റ്റോൺ കാരണം നിലവിളിയോടെ നിലവിളിക്കുന്ന വിക്രമൻ കർത്താവിന്റെ അത്ഭുത കരം പതിപ്പിച്ച് എന്റെ വലതുവശത്ത് പുതിയ ഹാൾ നിൽക്കുന്ന വിക്രമൻ എന്ന പിതാവിന്റെ കിഡ്നി രോഗം എടുത്തു മാറ്റി പരിപൂർണ്ണ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുന്നു. വളരെ ദൂരെ നിന്ന് കടന്നു വന്ന ശോശാമ ഇതാ നിങ്ങളുടെ മകളുടെ രോഗം കർത്താവ് എടുത്തു മാറ്റി നിങ്ങളുടെ മകൾക്ക് കർത്താവ് പരിപൂർണ്ണ സൗഖ്യം കൽപ്പിച്ചിരിക്കുന്നു. പത്മനാഭൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ജീവിതം അമ്പേ പരാജയത്തിൽ എത്തിയിരിക്കുന്ന പത്മനാഭൻ ആത്മഹത്യക്ക് വേണ്ടി 2 വട്ടം നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ കയറിട്ട വ്യക്തിയാണ്. ഇതാ കർത്താവ് ആത്മഹത്യ നിങ്ങൾ ഇതാ എന്നേക്കുമായിട്ട് വിടുവിച്ചിരിക്കുന്നു.
അതെ, നിത്യജീവന്റെ വഴി കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഒരു തലമുറയ്ക്ക് വേണ്ടി പല ആശുപത്രിയിൽ ചികിത്സിച്ചിട്ടും ഒരു ഫലവുമില്ല. ഞാനിനി മക്കളില്ലാതെ മരിച്ചു നിലവിളിക്കുന്ന വിലാസിനി ഇന്നത്തെ ദിവസം പോയി കുറിച്ചിട്ട് കൊള്ളുക. കർത്താവിത തലമുറ തരുന്നു, അതാണ് സന്താനമായിരിക്കും. ആ സന്തതി എന്റെ ദൈവത്തെ സേവിക്കും. തലയ്ക്കകത്ത് ഓപ്പറേഷൻ വേണമെന്ന അവസ്ഥയില് നിലവിളിയോടെ ഒരു ചെറുപ്പക്കാരൻ വലതുവശത്ത് പുതിയ ഹാളിനകത്ത് നിപ്പുണ്ട്. കർത്താവിന്റെ അത്ഭുതകരം ഭവിച്ച് ഇത് ഓപ്പറേഷൻ ഇല്ലാതെ നിങ്ങളുടെ തലയുടെ രോഗം കർത്താവ് എടുത്തു മാറ്റി പരിപൂർണ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുന്നു. പൊന്നമ്മ, മകന് ശരിയായിട്ടുള്ള വിസ ഇല്ലാതെ വിദേശത്ത് അയച്ചിട്ട് ശരിക്കുള്ള വിസയ്ക്ക് ജോലിക്ക് വേണ്ടി നിലവിളിയോടെ മാറത്തടിക്കുന്ന പൊന്നമ്മ, ഇതാ നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരമായിട്ട് വിദേശത്ത് കർത്താവ് എന്താ നിങ്ങളുടെ മകനെ ജോലി പ്രവേശിപ്പിച്ച് അവിടെ നിൽക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും വിസ ഉൾപ്പെടെ കർത്താവ് ശരിയാക്കി കൊടുക്കുന്നു. കാരണം തട്ടി യേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ജോലിക്ക് വേണ്ടി നിലവിളിക്കുന്ന സൗമ്യ, കർത്താവിത നിങ്ങളുടെ കണ്ണീർ തുടച്ച് നിങ്ങളെ ഉപജീവന മാർഗം സർക്കാർ ജോലിയിൽ കർത്താവ് നിങ്ങളെ പ്രവേശിപ്പിക്കുന്നു. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, അണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം, ആർത്തുപാടി സ്തുതിക്കാം, അണിക്കല്ലു കയറ്റാം, ദൈവസഭ പണി. സ്വർഗീയ ആഗ്രഹ കർത്താവ് നിറയ്ക്കുന്നു. ആഗ്രഹാൽ 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 കർത്താവ് നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗീയ ആഗ്രഹാൽ ഈ സമയത്ത് കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു. പുതുശക്തിയാൽ, പുതുകൃപകളാൽ, പുതു അഭിഷേകത്താൽ, പുതു അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു. രോഗത്തോടെ ഭാരത്തോടെ നിൽക്കുന്നവർ, ഈ സൗഖ്യമായില്ല എന്ന് ഭാരത്തോടെ നിൽക്കുന്നവർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആശുപത്രികളിലോ ഭവനത്തിലോ കിടത്തിയിട്ട് ഭാരത്തോടെ വന്നവർ, നിങ്ങൾക്ക് സൗഖ്യം വേണമെങ്കിൽ അങ്ങനെയുള്ളവർ ഒരു കരം മാറിൽ പതിക്കുക, മറുകരം സ്വർഗത്തിലേക്ക്. പിതാവേ, ഈ മക്കളുടെ ശരീരത്തിലെ രോഗം അതെന്ത് രോഗമായാലും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ വചനപ്രകാരം അങ്ങയുടെ വചനം അയച്ച് കർത്താവേ, രോഗത്തിന്റെ വിഷമുള്ള ഈ മക്കളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി പരിപൂർണ സൗഖ്യം നൽകി നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ചിരിക്കുക. സ്തോത്രം. ഹാർട്ട് അറ്റാക്ക് രോഗം അങ്ങ് എടുത്തു മാറ്റുന്നതിനായിട്ട് സ്തോത്രം. രക്തക്കുറവ് അങ്ങ് പരിഹരിച്ചിരിക്കുക. സ്തോത്രം. രക്തദൂഷ്യം അങ്ങ് പരിഹരിച്ചിരിക്കുക. സ്തോത്രം. കൊളസ്ട്രോളിന്റെ കംപ്ലൈന്റ് അങ്ങ് എടുത്തു മാറ്റിയിരിക്കുക. സ്തോത്രം. കിഡ്നി തകരാറങ്ങ് പരിഹരിച്ചിരിക്കുക. സ്തോത്രം. ശരീരത്തിലെ നീര് പരിഹരിച്ചു കൊടുത്തതിനായിട്ട് സ്തോത്രം. അമിത വളർച്ചകൾ അങ്ങ് നിർമൂലമാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഓപ്പറേഷന് വേണ്ടി വിധിയെഴുതിയ മുഴകളങ്ങ് മാറ്റി കഴിഞ്ഞിരിക്കുക. സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിയാട്ടെ. പിതാവെ, ആഗ്രഹിക്കുന്ന തരത്തില് ഈ മക്കൾക്ക് അങ്ങ് ഉപജീവന മാർഗം കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങളെ കണ്ണീരങ്ങ് തുടയ്ക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിയാട്ടെ. പിതാവെ, ഈ മക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉദരബലത്തെ കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങളുടെ നിന്ന് എടുത്തു മാറ്റി നിന്റെ മക്കളെ അങ്ങ് മാനിച്ചയക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി ക്രിസ്ത്യേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കടബാധ്യതയിൽ ഭാരത്തോടെ എത്തിയവർ കരമുയർത്തിയാട്ടെ. പിതാവെ, ഈ കുഞ്ഞുങ്ങളുടെ കടം അയച്ചു കൊടുത്ത് ഈ മക്കളുടെ കണ്ണീർ തുടച്ചയക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ.
പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിയിട്ട്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനോട്ടാവുന്നില്ല എന്ന് അങ്ങയുടെ തിരുവചനം. ദൈവമേ, അങ്ങയുടെ ആകർഷണ വലയത്തില് ഇവരുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് ദൈവഭാഗത്ത് അങ്ങ് ആകർഷിച്ചിരിക്കുക. സ്തോത്രം. കാരം തട്ടി ക്രിസ്ത്യാസിനെ മഹത്വപ്പെടുത്തിയോട്ടെ. എല്ലാവർക്കും ഇരിക്കാം. അതെ, ദൈവവചനത്തില് ഉപദേശത്തില് അധ്വാനിക്കുന്നവര് ഇരട്ടി മാന്യരായി, ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണം. 1 തീമോഥെയോസ് 5:17. അതെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം നാം വായിച്ചാല് എലീശ പ്രവാചകൻ ഏലിയാവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവം തന്റെ ദാസനായ ഏലിയാവിനെ എടുത്ത സമയത്ത് ഇരട്ടിപ്പ് അനുഗ്രഹത്താൽ ഈ ലോകത്ത് തന്നെ ഇരട്ടിപ്പ് അഭിഷേകത്താൽ ദൈവം തന്നെ പ്രവാചകനായിട്ട് എലീശയെ നിയമിച്ചു കഴിഞ്ഞു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തില് ദൈവ വഴികളിൽ നടന്ന യോബ് തനിക്ക് മക്കൾ നഷ്ടമായി, തനിക്ക് അതേ ശരീരത്തില് ആരോഗ്യം നഷ്ടമായി, ശരീരം മൊത്തം പരുക്കളാൽ ബാധിച്ചു. അവൻ ദൈവസന്നിധി തന്നെ കാത്തിരുന്നു. യോബ് 42:10 ഇരട്ടിപ്പായിട്ട് അവന് ദൈവം അനുഗ്രഹിച്ചു. അതെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ദൈവത്തെ സേവിച്ചതുകൊണ്ട് ക്ഷാമവും ഭൂകമ്പവും അല്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. നിനക്ക് മുട്ടുവരികയില്ല. പുറപ്പാട് 23:25. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ദൈവത്തെ സേവിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവരുടെ നടുവിൽ നിന്ന് ദൈവം രോഗത്തെ നീക്കിക്കളയും. അതെ, ഫിലിപ്പിയർ 4:13 പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഹല്ലേലൂയ. രോഗം വന്നെന്ന് പറഞ്ഞ് തളർന്ന് കൂനിക്കൂടി ഇരുന്ന് കളയേണ്ട. രോഗമുഖം നോക്കരുത്, ദൈവമുഖം നോക്കുക. പൗലോസ് പറയുകയാണ്, അവന്റെ ശരീരത്തില് വലിയൊരു ശൂലമുണ്ട്, വലിയൊരു രോഗമുണ്ട്, എങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഹല്ലേലൂയ. അതെ, യെശയ്യാപ്രവചന പുസ്തകം 43-ാം അധ്യായം 21-ാം വചനത്തില് ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കും. രോഗത്തിലും ദൈവം ചെയ്ത നന്മകളെ സ്തുതിക്കുക. ആ സമയത്ത് നിങ്ങൾ സ്തുതിച്ച ദൈവം യെരീഹോ കോട്ട ശത്രുവിന്റെ മുമ്പില് ദൈവജനത്തിന് വേണ്ടി തകർത്തിട്ട് കൊടുത്തു. നിങ്ങൾക്കെതിരായിട്ട് സാത്താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രോഗങ്ങള്, നിങ്ങളുടെ ശരീരത്തിൽ സാത്താൻ ഇട്ടിരിക്കുന്ന രോഗബന്ധങ്ങള് ദൈവം തകർത്ത് കളയും. അതെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 26-ാം വചനത്തില് നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. നീ ദൈവത്തെ സേവിച്ച ദൈവം അതേ ആയുസിന്റെ മധ്യത്തിൽ ദൈവം നിന്നെ എടുത്തു കളയല്ല, നിന്റെ ആയുസിന് ദൈവം പൂർത്തിയാക്കും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, ഞാൻ ഇപ്പം മരിച്ചു പോവോ, ഇത്തിരി കഴിഞ്ഞ് മരിച്ചു പോവെന്ന് ഭാരപ്പെടണ്ട. ദൈവം നിന്നെ പൂർണ്ണ ആയുഷ്കാലം നിന്നെ കാത്തു പരിപാലിക്കും. അതെ, നിന്റെ സകല ശത്രുക്കളെയും അവൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നിന്നെ ദൈവം ഓടിക്കുകയില്ല, നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. വീണ്ടും നാം ശ്രദ്ധിച്ച 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11-12 വചനത്തില് ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ വീട്ടിലെത്തിയ നിമിത്തം ദൈവം ഓബേദ്ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഇന്ന് സങ്കടപ്പെടേണ്ട, പെട്ടകം വരാനില്ലല്ലോ. കന്യ ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ, അതായത് നിങ്ങളോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നിങ്ങളോടുകൂടെ ഇരുന്നാൽ പെട്ടകം ഇരുന്നത് പോലെ നിങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 ദിനവൃത്താന്ത പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തില് യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ എന്നും മാനിക്കുന്ന ദൈവമാണ്. അതെ, ദൈവം യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മോട് അരുളി ചെയ്യണം 12:26 എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവന് പിതാവ് മാനിക്കും. ദൈവത്തിന് സേവ ചെയ്യുന്നത് ഒരു മഹാമാനമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയിട്ട് ഉദ്ദേശം 10-15 വർഷമായി. ഞാൻ ദൈവത്തെ സേവിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യരെ എന്നെ അറിയില്ല. ഇന്ന് എന്റെ പേര് പറഞ്ഞ ഇവിടെയല്ല ബാലജോലത്തൊക്കെ അറിയും. ദൂരദേശത്ത് അബുദാബിയിലെ സഹോദരൻ അറിഞ്ഞു. ഹല്ലേലൂയ. ഇത് എന്റെ ദൈവം, ഞാൻ അത് എന്നെ പൊടി പോലെ താഴ്ത്തി പറഞ്ഞു, ഞാൻ ഒന്നിനും ഉള്ളാത്ത ഒരു പൊടിയാണ്. എങ്കിലും ദൈവം എളിയവരെ ആദരിക്കുന്ന ദൈവം അങ്ങനെ ഒരു മാനമാത്രമാക്കി മാറ്റി. ഉദ്ദേശം ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്ദേശം 10-12 വർഷം മുമ്പ്
അന്ന് ഞാൻ സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ് ആയിരുന്നു. മന്ത്രി ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. മന്ത്രിയുടെ മീറ്റിംഗില് എനിക്ക് ഞാൻ പങ്കെടുക്കണം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മൊത്തമായിട്ട് പങ്കെടുക്കണം. ഞങ്ങളുടെ സെക്ഷൻ മൊത്തമായിട്ട് പങ്കെടുക്കണം. അതായിരുന്നു അവസ്ഥ. എങ്കിലുമോ അന്ന് പ്രത്യേകിച്ചൊരു സാഹചര്യത്തിന് മന്ത്രി മീറ്റിംഗ് വെച്ച ദിവസത്തെ എനിക്ക് ലീവ് വേണം. ഞാൻ പോയി എൻ്റെ ഓഫീസറോട് ചോദിച്ചു. ഓഫീസർ ലീവ് ഗ്രാന്റ് ചെയ്ത് തന്നില്ല. ഓഫീസർ ഒന്ന് IAS സെക്രട്ടറി ഉണ്ട്, അവരെ കണ്ട് സംസാരിക്കുക. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു, നാളെ മന്ത്രിയുടെ മീറ്റിംഗ് ആണ്, തരാൻ പറ്റിയല്ല, ലീവ് തരാൻ പറ്റിയല്ല, നിങ്ങൾ വന്നേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ മേലുദ്യോഗസ്ഥയ്ക്ക്, നല്ലവർക്കല്ല മൂർഖന്മാർക്കും കൂടി കീഴടങ്ങിയിരിപ്പിൻ ദൈവത്തിന്റെ വചനം പറയുന്നു. മുകളിലിരിക്കുന്നത് മൂർഖനാണെങ്കിലും നമ്മൾ ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കട്ടെ. നാം അവിടെ കീഴടങ്ങിയിരിക്കണം. അത് കാരണം IAS ഓഫീസർ എന്നോട് പറഞ്ഞു, നിർബന്ധമായിട്ടും അടുത്ത ദിവസം ഓഫീസിൽ ഞാൻ ഡ്യൂട്ടിക്ക് എത്തണമെന്ന്. അങ്ങനെ അന്ന് ലീവ് എനിക്ക് തന്നില്ല. ഞാൻ പോകാനിടയായി. രാവിലെ 10:30 മണി ആയിട്ടേ ഉള്ളൂ. മന്ത്രി മീറ്റിംഗ് തുടങ്ങി. പത്രക്കാര് വീഡിയോ ക്യാമറ എല്ലാം വെച്ച് പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. IAS സെക്രട്ടറി ഇരിപ്പുണ്ട്. ചീഫ് എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അന്ന് ജലസേന വകുപ്പിലായിരുന്നു ദൈവനെ സെക്രട്ടേറിയറ്റിനകത്ത് നിയമിച്ചിരുന്നത്. അവിടെ ഫയലുകള് ഡിസ്കഷൻ ചർച്ച തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സെക്രട്ടറിയെ ദൈവം തൊട്ടു. സെക്രട്ടറി IAS സാധാരണ ആരടുത്തും വാതുറന്ന് ചിരിക്കുകയൊന്നുമില്ല. ഒരു ഭയങ്കര പോസുള്ള ഒരു IAS അന്നും ഉണ്ടായിരുന്നു. ഇന്ന് അവർ ഇന്ത്യയിലല്ല, വെളിയിലാണ്. അവർ പെട്ടെന്ന് എന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ലീവ് ചോദിച്ചിരുന്നില്ല? ഞാൻ പറഞ്ഞു അതെ. പെട്ടെന്ന് ഇത്രയും ചോദിച്ചിട്ട് പോയി മന്ത്രി എടുത്ത് പറഞ്ഞു, ഈ കുട്ടി ഇന്നലെ ലീവ് ചോദിച്ചിരുന്നു, ഞാൻ ലീവ് കൊടുത്തിട്ടില്ല. അവർ ചോദിക്കുകയാണ്. മന്ത്രി ചോദിച്ചു, എന്തിനാ ലീവ് ചോദിച്ചു? ഇന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞോടെ അവര് പറഞ്ഞയക്കുക. അവർ പൊക്കോട്ടെ, ഫയലിന്റെ തീർപ്പാക്കാൻ ഞങ്ങൾ മതിയല്ലോ. എന്റെ കൂടെ ഇരുന്ന സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി എല്ലാം അവർ അതിശയിച്ചു. അടുത്ത ദിവസം എന്റെ സെക്ഷൻ ഓഫീസർ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ശാന്ത, നിങ്ങളടുത്ത് നിങ്ങൾക്ക് സമയം ഞാൻ വച്ചിട്ടില്ല. നിങ്ങൾ മന്ത്രി തന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു അസിസ്റ്റന്റിന്റെ കാര്യത്തിൽ താല്പര്യത്തോടെ പൊക്കൊള്ളാനായിട്ട് അനുവാദം തന്നു. ഞാൻ ലീവ് എടുത്ത് പൊക്കൊള്ളാൻ പറഞ്ഞത് ലീവില്ലാതെ ദൈവം എന്നെ അവിടെ അയപ്പിച്ചു. ഹല്ലേലൂയ! എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കും. നമ്മളൊരു പുഴുവായിരിക്കാം, ഒരു തുരുമ്പായിരിക്കാം, ഒരു പൊടിയായിരിക്കാം, ദൈവത്തിന് വിലയേറിയനാണ്. അതെ, ഇവിടെ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവന് പിതാവ് മാനിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 38-ാം വചനത്തില് ഒരുത്തൻ ഏലിയാവ് ദൈവസന്നിധി നിലവിളിക്കുകയാണ്, ദൈവമേ, ഞാൻ നിന്റെ ദാസൻ എന്നും ഈ കാര്യമൊക്കെ ഞാൻ നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തുവെന്ന് ഈ ജനം അറിയട്ടെ. ഇവൻ നിശബ്ദമായിട്ട് ദൈവഹിതം ചെയ്തുകൊണ്ട് സൈലന്റ് ആയിട്ടിരുന്ന ദൈവദാസൻ. എന്നാൽ അവൻ ദൈവസന്നിധി നിലവിളിച്ചപ്പോ തന്നെ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. അത് അവന് വേണ്ടി ദൈവം സ്വർഗീയ അഗ്നി ഇറക്കി. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വചനത്തില് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവന് എന്റെ പിതാവ് മാനിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു. ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത ഏലിയാവിന് ദൈവ സ്വർഗീയ അഗ്നിയില് ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ ദൈവം സ്വർഗത്തിലേക്ക് കയറ്റി. ഭൂമിയിൽ സാധാരണ ഒരു ചുഴലിക്കാറ്റടിച്ചാൽ എത്ര ശവമാണ് വീഴുന്നത്. ഇതാ ജീവനോടെ ദൈവം തന്റെ ദാസനെ മാനിച്ച് സ്വർഗത്തിലേക്ക് എടുത്തു. അതെ, ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. അതെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 44-ാം വചനത്തില് ബഥാനിയയില് ലാസറിന്റെ കുടുംബം ദൈവത്തെ മാനിക്കുന്നവനായിരുന്നു. ആ കുടുംബത്തില് ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. ദൈവത്തെ മാനിച്ച ആ കുടുംബത്തിന് വേണ്ടി മരിച്ച ലാസറിനെ ദൈവം ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ! നന്മ ചെയ്യുവാനായിട്ട് ദൈവവചനത്തിൽ കൂടി കേട്ടുവല്ലോ. 1 തെസ്സലോനിക്കർ 5:14-15 വചനങ്ങളില് ക്രമം കെട്ടവര് ബുദ്ധി ഉപദേശിക്കുക, ഉൾക്കരുത്തില്ലാത്തവര് ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാം നന്മ ചെയ്താൽ ദൈവം നമ്മെ മാനിക്കും. അതെ, നാം സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കരുത്. റോമർക്ക് ലേഖനം 1-ാം അധ്യായം അതിന് 15-ാം വചനം. വേദപുസ്തകം കൊണ്ടുവരാൻ ലജ്ജിക്കരുത്. ദൈവസന്നിധി കടന്നു വരാൻ ലജ്ജ വേണ്ട. മോഷ്ടിക്കാൻ ലജ്ജ വേണം, വ്യഭിചരിക്കാൻ ലജ്ജ വേണം. ദൈവസന്നിധി കടന്നു വരാൻ ലജ്ജിക്കരുത്. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ സകല കൽപ്പനകളെ ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനങ്ങൾ 119:6. ദൈവ കൽപ്പന നീ പാലിച്ചാൽ ദൈവം നിന്നെ മാനിക്കുന്ന സുദിനമുണ്ട്.
ദാനിയേൽ 12:7 രേഖപ്പെടുത്തിയിരിക്കുന്നു, നിലത്തെ പൊടിയിൽ നിദ്ര കൊണ്ടവർ പലരും, ചിലർ നിത്യജീവനായിട്ടും ചിലർ നിത്യ ലജ്ജയ്ക്കായിട്ടും ഉണരും. അതെ, ചിലര് കർത്താവിന്റെ വരവില് നിത്യ ലജ്ജ പ്രാപിക്കും, ചിലര് മാനിക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇറങ്ങി വരും. ആ സമയത്ത് മരിച്ചവർ അക്ഷരായി ഉയർക്കും. ജീവനോടെ ആയിരിക്കുന്ന നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. വന്ന അലക്ഷ്യമായിട്ട് ഒളിഞ്ഞ് ട്രെയിനിനെ നോക്കിക്കൊണ്ടുന്ന മേഘങ്ങളിൽ പോവില്ല. ദൈവവചനം അതേ തീഷ്ണതയോടെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അതേ ഛേദിച്ച് കളയേണ്ട സ്വഭാവങ്ങൾ മുറിച്ചു മാറ്റി ദൈവസന്നിധിയിൽ ഒരുങ്ങിയാൽ ദൈവം നിന്നെ മാനിക്കാൻ മധ്യാകാശത്തില് മണിപ്പന്തലിൽ മാനിക്കുന്ന സുധീരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി, നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ തരുമോരോരോ ബഹുമാനങ്ങൾ, തരുമോരോരോ ബഹുമാനങ്ങൾ, ദൂതസംഘമാകമേ ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും, ദൈവത്തെ സേവിക്കുന്നവനെ ദൈവം മാനിക്കും, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവം മാനിക്കും. ദൈവവചനം അത് ഉപദേശത്തിൽ നിലനിന്ന് ആ ശുശ്രൂഷ തികയ്ക്കുന്നവനെ ഇരട്ടിമാനത്തിന് യോഗ്യമായ എണ്ണം ദൈവത്തിന് ദൈവ നന്മ പ്രവൃത്തി ചെയ്യുന്നവരെ സ്മരണ പുസ്തകത്തിൽ എഴുതി ദൈവം മാനിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.